ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. നല്ല പഴുത്ത മാങ്ങൻ്റെ സീസണല്ലേ ഇപ്പോൾ. കുട്ടികളൊക്കെ വെക്കേഷനായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. നല്ല അടിപൊളി ചൂടുമാണ് അല്ലേ. അപ്പോൾ ഈ ചൂടിനൊന്ന് തണുപ്പിക്കാൻ കുട്ടികളൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 റെസിപ്പീസാണ്, മാങ്ങ വെച്ച് ചെയ്യുന്ന 2 റെസിപ്പീസാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോണത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണാം. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ് കേട്ടോ. ഇപ്രാവശ്യം മാങ്ങയൊക്കെ കുറവാണ്. പക്ഷേ മാങ്ങ കുറവാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പഴുത്ത മാങ്ങകൾ ഷോപ്പിലാണെന്നുണ്ടെങ്കിലും റോഡ് സൈഡിലാണെങ്കിലൊക്കെ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണല്ലേ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ 2 റെസിപ്പീസും നല്ല സൂപ്പർ റെസിപ്പീസാണ്, സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പഴുത്ത മാങ്ങകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 4 മാങ്ങ വെച്ചാണ് കേട്ടോ ഞാൻ ഈ 2 റെസിപ്പിയും കൂടി ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് മാംഗോ ഫ്രൂട്ടിയാണ്. കുട്ടികളെല്ലാവരും ഫേവറേറ്റ് ആണ് ഫ്രൂട്ടി എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത 2 മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ചൊരു പുളിപ്പ് കൂടി വേണം. അപ്പോൾ ഈ മാങ്ങ ഓൾറെഡി ചെറിയൊരു പുളിയുള്ള ടൈപ്പ് മാങ്ങ തന്നെയാണ് കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഹാഫ് പച്ചമാങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയെന്നുണ്ടെങ്കിൽ ഒരു പച്ചമാങ്ങയും കൂടി എടുക്കുക കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ മാങ്ങയൊക്കെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൽക്കൊരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ കോൺസെൻട്രേറ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം മധുരം ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. അതിനുശേഷം ഈ മാങ്ങ മൂടുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കണ്ട, എല്ലാ മാങ്ങൻ്റെ പീസും ഈ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന വരെ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ മാങ്ങ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. ഒരു എന്താ പറയുക, ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കുക. ഇപ്പോൾ ഇതാ മാങ്ങയൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ജ്യൂസ്, ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നല്ലോണം ഈ പഴുത്ത മാങ്ങൻ്റെ എക്സ്ട്രാക്റ്റും എല്ലാം അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് നോർമൽ ടെമ്പറേച്ചറിലാണത് വരെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നോർമൽ ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അടുത്ത പരിപാടി, ഇത് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ തീരെ പീസുകളൊന്നും ഇല്ലാത്ത രീതിയിൽ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം മാങ്ങൻ്റെ പീസുകളൊക്കെ കോരിയിട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ വേറെ വെള്ളമല്ല, നമ്മൾ ഈ മാങ്ങ വേവിച്ച വെള്ളം ഉണ്ടാവില്ലേ, അതന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഫുള്ള് വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് വെള്ളമായി കഴിഞ്ഞാൽ നല്ലോണം അടിഞ്ഞ് കിട്ടൂല. അപ്പോൾ പാകത്തിന് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കി പിന്നെ അടിച്ചെടുത്തതിന് ശേഷം മിക്സ് ചെയ്താലും മതി. എനിക്കിപ്പോൾ ഈ വെള്ളം ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം, എന്നാലത് അത് കറക്റ്റ് നല്ല അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ മാങ്ങ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനില്ലേ ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ മാങ്ങ നാരുള്ള ടൈപ്പ് മാങ്ങയാണ്. ചില മാങ്ങ നാരൊന്നും ഇല്ലാത്ത മാങ്ങ ഉണ്ടാവും. അതാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി, അത് പിന്നെ അരിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നാരുകൾ നല്ലോണം ഉള്ളതുകൊണ്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തീരെ പീസുകളോ നാരോ ഒന്നും വേണ്ട, നല്ല ക്ലിയർ ആയിട്ട് വേണം അടിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇപ്പം നല്ല തിക്കായിട്ടാണ് കേട്ടോ ഉള്ളത്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ തിക്നെസ് വേണ്ടി അതിനനുസരിച്ച് മതി കേട്ടോ. നല്ല ലൂസായിട്ടാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഒക്കെ വെള്ളം ചേർത്തിട്ട് പാകത്തിനൊന്ന് തിക്നെസ് ഒന്ന് എന്താ പറയുക കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് സെർവ് ചെയ്യാം. അപ്പോഴും ഒന്നും കൂടിയും ലൂസായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തതാണ്. നമുക്ക് വേണമെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യാതെ അതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അടിച്ചെടുത്താൽ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്ക് കുടിക്കാൻ നേരത്ത് ആവശ്യത്തിന് ഐസ് ക്യൂബ്സും വെള്ളവും ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മധുരം നോക്കണം. നമ്മൾ ഓൾറെഡി പഞ്ചസാര അത്യാവശ്യം ഇട്ടുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഇതിൽ മധുരമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർത്താലും അത് പാകത്തിനുള്ള മധുരത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ മാംഗോ ഫ്രൂട്ടി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, മധുരമുണ്ട്, ചെറിയൊരു പുളിപ്പും കൂടി ഉണ്ടാവും കേട്ടോ. നമ്മൾ ബോട്ടിലൊക്കെ വാങ്ങി കുടിക്കൂലേ, അതേ ഒരു ടേസ്റ്റ് തന്നെയാണുള്ളത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് അടുത്ത ഐറ്റം നോക്കിയാലോ. ഇനി ഉണ്ടാക്കാൻ പോണത് മാംഗോ സോർബറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അതിൽ മെയിനായിട്ടുള്ള ഐറ്റം മാംഗോന് നല്ല പഴുത്ത മാങ്ങ വേണം, നല്ല മധുരമുള്ള മാങ്ങ വേണം കേട്ടോ ഇതിന്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ
2 മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ നമുക്ക് മാങ്ങൻ്റെ മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. ഒരു തുള്ളിയും വെള്ളം ചേർക്കൂല കേട്ടോ. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മളിത് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ യൂസ് ചെയ്യണത്. വേറെ വെള്ളമോ വേറെ ഒന്നും ചേർക്കൂല കേട്ടോ. അതിനുശേഷം നമുക്കിത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നാരുള്ള മാങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അരിച്ചെടുക്കുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആയിട്ട് വേണം. നല്ലൊരു ക്രീമി ടെക്സ്ചറിലുള്ള സോർബറ്റ്സാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതാ നമ്മളെ മാംഗോ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യണത് ഇങ്ങനത്തെ കുൽഫി മോൾഡില്ലേ, ഇങ്ങനത്തെ മോൾഡിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. ഇനിയിപ്പോൾ മോൾഡില്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് നമ്മൾ സാധാ ഐസ് ട്രേ ഇല്ലേ, അതിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലോ ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുൽഫി മോൾഡിൽ അത്യാവശ്യം നല്ല എന്താ പറയുക ഷേപ്പിലൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ മോൾഡിലാണ് നമ്മൾ സെറ്റാക്കണതെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ മാംഗോൻ്റെ ഈ പൾപ്പ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നല്ലോണം അങ്ങോട്ട് നിറയെ ഫില്ല് ചെയ്തെടുക്കരുത് കേട്ടോ. കാരണം നമ്മൾ പിന്നെ അതിൻ്റെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഓവർഫ്ലോ ആയ പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഒരു ഏകദേശം അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ആ ഒരു ഇത് വരുന്നത് വരെ, ആ ഒരു അറ്റം വരെ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലോണം തട്ടി കൊടുക്കണം കേട്ടോ. കാരണം അതിൻ്റെ അടിയിൽ ഇങ്ങനെ ചിലപ്പോൾ എയർ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് പിന്നെ ലാസ്റ്റ് സെറ്റാക്കി എടുക്കുന്ന സമയത്തായിരിക്കും അവിടെ ഇങ്ങനെ ഹോളായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ഷേപ്പ് ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ നല്ലോണം തട്ടി കൊടുത്ത് നല്ല ഫില്ലാക്കി വെക്കുക. അതിനുശേഷം അതിൻ്റെ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റിക്ക് വെക്കുമ്പോൾ നല്ലോണം പ്രസ് ചെയ്തിട്ട് തന്നെ വെക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റിക്ക് മാത്രം കയ്യിൽ പോരും. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം. ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് സെറ്റായി കിട്ടുക. ഒരു 8 മണിക്കൂറോളൊക്കെ എന്തായാലും വെക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒരു ഓവർനൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്യണം. അപ്പോൾ ഇത് ഡീമോൾഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഒരു ലൈറ്റ് ചൂടുള്ള വെള്ളം എന്തെങ്കിലും പാത്രത്തിൽ അടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു 1/4 ഭാഗം അതിലിങ്ങനെ താഴ്ന്നിരിക്കുന്ന രീതിയിൽ ഒരു സെക്കൻഡ് 1-2 സെക്കൻഡൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് സമയം വെക്കരുത്, അപ്പോൾ അത് മെൽറ്റാവും. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഡീമോൾഡ് ആക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ ആ സ്റ്റിക്കിൽ പിടിച്ച് വലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിക്ക് ഇങ്ങോട്ട് പോരും. കാരണം ഇത് നല്ല ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ ഉണ്ടാവുക. എന്നാൽ ഇത് നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടും ഉണ്ടാവും. നമ്മളിത് കടിച്ചൊക്കെ നോക്കുന്ന സമയത്താണ് ഇത് ക്രീമി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് നമുക്ക് ഇങ്ങനെ തണുപ്പുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, ഒരിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല റെസിപ്പീസും വ്ളോഗുകളും എല്ലാമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.